ഹലോ, അടുത്തത് നമുക്കിനി ഇതിൽ ഈ ഒരു സെക്ഷനും കൂടിയാണുള്ളത്. കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന തേർഡ് ചാപ്റ്ററിൽ ഇനി ടൈലർ സീരീസ് എക്സ്പാൻഷനും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ടാവും. വൈ ഓഫ് എക്സിൻ്റെ വാല്യൂ y of x ന്റെ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഡ് അബൌട്ട് x0 x equal to x0 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോളിനോമിയൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. y of x is equal to y of x0 plus x minus x0 into y prime of x0. y prime of x0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y at x equal to x0 plus x minus x0 square by 2 factorial into y double prime x0 plus etc etc. ഇതിൽ നമ്മൾ ഈ വൈയുടെ സ്ഥാനത്ത് കോസ് എക്സ് കൊടുത്തു നോക്കാം. അറ്റ് x0 is equal to 0, 0 ഡിഗ്രി അല്ല 0 റേഡിയൻസ്. അപ്പോൾ ഇതിൻ്റെ വൈ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് കൊടുക്കാം. കോസ് എക്സ് ഈക്വൾ ടു കോസ് അറ്റ് x0 ഈക്വൾ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് എക്സ് മൈനസ് 0 ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കോസ് 0ൻ്റെ ഡെറിവേറ്റീവ് സൈൻ 0, കോസ് 0യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 0, അപ്പോൾ മൈനസ് സൈൻ 0. പിന്നെ അടുത്തത് എക്സ് മൈനസ് 0 സ്ക്വയർ കോസ് 0ൻ്റെ ഡബിൾ 2 ടൈംസ് ഡെറിവേറ്റീവ്, അപ്പോൾ മൈനസ് സൈൻ 0 സൈൻ, പിന്നെ അതിനെ വീണ്ടും എടുക്കുമ്പോൾ വീണ്ടും കോസ് ആവും, ആ മൈനസ് കോസ് by 2 factorial plus x minus 0 cube by 3 factorial ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസിൻ്റെ ഡെറിവേറ്റീവ് സൈൻ മൈനസ് സൈൻ, അപ്പോൾ വീണ്ടും ആ മൈനസ് മാറി പ്ലസ് ആയി, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഈക്വൽ ടു 1 മൈനസ് 0 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 1 മൈനസ് സൈൻ 0 0, പിന്നെ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു കോസ് 0 ഈക്വൽ ടു 1, 1 minus 0 minus x square by 2 factorial plus 0 x raised to 4 by 4 factorial അങ്ങനെ പോകും. ഇത് നോക്കിയാൽ നമുക്കറിയാം ഒരു പാറ്റേണിലാണ് വരിക. 1 ഫസ്റ്റ് x raised to 0 ബൈ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, x raised to 0 by 0 factorial, 0 factorial is equal to 1, അപ്പോൾ x raised to 0 equal to 1 by 1 factorial 1 minus x square by 2 factorial plus x. അപ്പോൾ ആൾട്ടർനേറ്റ് ടേംസ് പിന്നെ മൈനസ് നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറും. ഇതിൻ്റെ ഈവൻ പവേഴ്സ് മാത്രം വരും കോസിന്. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 by 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 6 by 6 ഫാക്ടോറിയൽ. ഇത് കോസ് എക്സിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇനി ഇതന്നെ സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ എടുത്താൽ വരാം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ അറ്റ് 0 പ്ലസ് എക്സ് മൈനസ് 0 ഇൻറ്റു ഇതിൻ്റെ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് 0 മൈനസ് എക്സ് മൈനസ് 0 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസിൻ്റെ മൈനസ് സൈൻ. അടുത്തത് എക്സ് റേസ് ടു 3 എക്സ് മൈനസ് 0 റേസ് ടു 3 by 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, അപ്പം കോസ് 0 എങ്ങനെ പോകും. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ആൾട്ടർനേറ്റ്. അപ്പോൾ ഇതിനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത കോസിൻ്റെ ആൾട്ടർനേറ്റ് ടേംസ് ആണ്. അതായത് 1 സ്റ്റാർട്ട് ചെയ്തത് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ആയിരുന്നു കോസ് തീറ്റയിൽ. ഇത് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 by 5 ഫാക്ടോറിയൽ. ഇതിലും അതെ ആൾട്ടർനേറ്റ് ടേംസ് ആർ നെഗറ്റീവ്. പിന്നെ ഓഡ് പവേഴ്സ് ഓഫ് എക്സ്, അപ്പോൾ എക്സിൽ സ്റ്റാർട്ട് ചെയ്യും എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 5 by 5 ഫാക്ടോറിയൽ എക്സ്. ഇതിങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇതിനെ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ, അതുമാത്രമല്ല നമ്മൾ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഈസ് സ്മോൾ എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യും. അതായത് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ മുതൽക്കുള്ള വെൻ എക്സ് ഈസ് വെരി സ്മോൾ, എക്സ് ക്യൂബ് ബൈ മുതൽക്കുള്ള ടേംസ് ഒക്കെ നെഗ്ലിജിബിൾ ആവും, സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അതുപോലെ കോസ് എക്സിനും അതെ, കോസ് എക്സ് ഈക്വൽ ടു 1 when x is very small, cos x equal to 1 when all other terms are negligible, അല്ലെങ്കിൽ x is very small. ഇതിന്റെ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമുക്ക്
ഇങ്ങനെ എഴുതാം. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. ആദ്യം നമുക്ക് ഡിഗ്രിയിലുള്ള ഏതൊരു ആംഗിളിന്റെ സൈനും കോസും ആണ് കാണുന്നത് വെച്ചാൽ അതിനെ ഇൻ ഡിഗ്രീസിൽ കൊടുക്കുക. 45 ഡിഗ്രീസ്, 50 ഡിഗ്രീസ് അങ്ങനെ. അപ്പൊ ഡിഗ്രീസിൽ ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ആംഗിൾ ഇൻ ഡിഗ്രീസ്. അതിനെ നമ്മൾ റേഡിയൻസിലേക്ക് മാറ്റുകയാണ്. റേഡിയൻസ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180. ഈ പൈ സ്മോൾ ലെറ്റർ ആണ് വേണ്ടത്. പൈ അത് മാത്തിൽ ഉള്ള ഫംഗ്ഷൻ ആണ് പൈ എന്നുള്ളത്. പൈ എന്ന് എഴുതി കഴിഞ്ഞാൽ 3.14 അല്ല, അത് കൃത്യമായ പൈയുടെ വാല്യൂ ഇവിടെ വരും. അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കോസെക്സ് ഇസ് ഈക്വൽ ടു 1. ഈ കോസെക്സിലാണ് നമ്മൾ ഇനി ഓരോ ടേംസ് ആയിട്ട് ആഡ് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് നമ്മളൊരു 50 ടേം അങ്ങ് എടുക്കാം. 1 to 51. അപ്പോൾ 1, 2, 3 അപ് ടു 50 വരെ ഉള്ള വാല്യൂസിൽ ഐയുടെ വാല്യൂ കൊടുത്തിട്ട് ഈ ബ്ലോക്കിൽ വരുന്നതൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ഈവൻ ടേംസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഐ, അതായത് ഐ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് 2, ഐ ഇസ് ഈക്വൽ ടു ആകുമ്പോൾ 2 ഇൻറ്റു 4, 2, 4, 6, 8 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈവൻ പവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പൊ കോസെക്സ് ഈക്വൽ ടു കോസെക്സ് പ്ലസ് ഇത് -1 റേസ് ടു ഐ എന്ന് പറയാം. -1 റേസ് ടു ഐ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഓഡ് ആണെങ്കിൽ ദിസ് വിൽ ബി നെഗറ്റീവ്, ഐയുടെ വാല്യൂ ഈവൻ ആകുമ്പോൾ ദിസ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് ടേംസ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കോസെക്സ് ഈക്വൽ ടു കോസെക്സ് പ്ലസ് -1 റേസ് ടു ഐ ഇൻറ്റു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആംഗിൾ to the power of even എന്താണ് 2i by factorial of even 2i factorial. ഇപ്പൊ ഇത് നമ്മൾ ഇത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല തന്നെ കിട്ടും. ഇത് നമ്മുടെ കോസെക്സിന്റെ എക്സ്പാൻഷനുള്ള 2-3 സെന്റൻസേ ഉള്ളൂ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സൈനക്സിന്റെ കൂടി ചേർക്കാം. അപ്പൊ സൈനക്സിന്റെ പ്രോഗ്രാമിങ്ങിന് എഴുതാം പൈ ബൈ 180. മറ്റേത് എഴുതിയാൽ നേരെ ഇതായിട്ട് വരും. ഈവൻ ഉള്ളിടത്ത് ഓടണം. സൈൻ എക്സ് ഇസ് ഇക്വൽ ടു നമ്മൾ എഴുതി ആദ്യത്തെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത് എക്സ്. അപ്പൊ ആദ്യത്തെ റാഡ് എടുത്തു. അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഫോർ ഐ ഇൻ റേഞ്ച് 1 to നേരത്തെ പോലെ തന്നെ 51 പിന്നെ പവേഴ്സ് എടുക്കാണ്. ഓഡ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഈവൻ എടുത്തതിന് പകരം ഇവിടെ ഓഡ് എടുക്കുന്നു. 2 ഇൻറ്റു ഐ പ്ലസ് 1. ഐ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 3. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. അടുത്ത് ഓഡ് വാല്യൂ 3യുടെ വാല്യൂ ആണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇവിടെ ഈ സൈൻ എക്സ് ഇവിടെ പിന്നെ ആദ്യത്തെ എക്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഓരോരോ ടേംസ് ആയിട്ട് ആഡ് ചെയ്യുന്നു. -1 റേസ് ടു ഐ നമ്മൾ നേരത്തെ അതുപോലെ തന്നെ -1 റേസ് ടു ഐ എന്താ പറയുക ആൾട്ടർനേറ്റ് ടേംസ് നെഗറ്റീവ് ആയി വരാം. പിന്നെ ഇൻറ്റു റാഡ് റേസ് ടു ഓഡ്, റാഡ് റേസ് ടു 2i പ്ലസ് 1, അതായത് ഐ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 3, r റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. അടുത്ത ഇത് -1 റേസ് ടു 5, r റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് സൈൻ പിന്നെ ആഡ് ചെയ്തു സൈൻ എക്സിലേക്ക്. ഇത് രണ്ടും കൂടി നമുക്ക് ഒറ്റ പ്രോഗ്രാമായിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ ഞാൻ അതിൽ ആ പ്രോഗ്രാം ഒന്ന് കാണിക്കാം. ഇതാണ് ആ രണ്ട് കോസിന്റെയും സൈനിന്റെയും രണ്ടും കൂടി പ്രോഗ്രാം കമ്പൈൻ ചെയ്ത് ഒറ്റ പ്രോഗ്രാം ആക്കി മാറ്റിയിരിക്കാം. നമ്മൾ ഡിഗ്രി ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ആംഗിൾ ഇൻ ഡിഗ്രീസ്. റാഡ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180. പൈ സ്മോൾ ആണ്, ഇവിടെ മാത്ത് ഇതിനുള്ള ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നതാണ് പൈ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു റാഡ്, കോസ് എക്സ് ഈക്വൽ ടു 1. നമ്മൾ അതിലുള്ള രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്തു, രണ്ട് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും. ഫോർ ഐ ഇൻ റേഞ്ച് 1 to 51 ഇത് സെയിം തന്നെയാണ്. ഈവൻ ഇസ് ഈക്വൽ 2 ഇൻറ്റു ഐ, ഓഡ് ഇസ് ഈക്വൽ 2 ഇൻറ്റു ഐ പ്ലസ് 1, അത് രണ്ടും മിക്സ് ചെയ്തു. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് നമ്മുടെ ഓഡിന്റെ അത്, കോസ് എക്സ് ഈക്വൽ ടു അത് ഈ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ സൈനിലേക്ക് ആഡ് ചെയ്ത് പോകും. അവിടെ സൈൻ എക്സിന്റെയും വാല്യൂ കോസ് എക്സിന്റെയും വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ആംഗിളിന്റെ വാല്യൂസ് കൊടുത്തിട്ട് അതിന്റെ സൈൻ എക്സും കോസ് എക്സും കാൽക്കുലേറ്റ് ആക്കാം. നമുക്കറിയാം സൈൻ 0 0 ആൻഡ് കോസ് 0 ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം അത് ചെയ്യാം.
പിന്നെ സൈൻ 45 is equal to cos 45 is equal to 1/√2. പിന്നെ സൈൻ 90 is equal to സൈൻ 90 is equal to 1, cos 90 is equal to 0. ഇത് വരുന്നുണ്ടോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റർ ആംഗിൾ. അപ്പോൾ ആദ്യം സൈൻ 0, സൈൻ 0 0, cos 0 1, സൈൻ 0 0, cos 0 1. അത് കറക്റ്റ്. ഇനി നമുക്ക് അടുത്തത് 90 ഡിഗ്രി നോക്കാം. 90 ഡിഗ്രി. Sin 0 equal to 1, cos 90 is equal to 4 into 10 raised to minus 17. This is 0 itself. വളരെ negligible value ആണ്, 0 തന്നെ. ഇനി 1/45 degrees നോക്കാം. 45 degrees. ഇത് 1/√2 വാല്യൂ ആണ്. 0.0. cos 45 is equal to sin 45 is equal to 1/√2. ഇനി നമുക്ക് sin 30 നമുക്കറിയാം. sin 30 is equal to half and cos 30 is equal to sin 30 is equal to √3/2. sin 30 is equal to cos 30 is equal to √3/2 and sin 30 is equal to 1/2. 1/2 to 0.5. 0.5ന്റെ വളരെ അടുത്ത വാല്യൂ ആണ് ഇത്. cos 30. ഇനി 60യുടെ and cos 60 is equal to half, 0.5, and sin 60 is equal to √3/2. √3/2 1.7/2, 0.866. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ നമ്മുടെ ചാപ്റ്റർ 2 ഇത് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇപ്പം നമ്മൾ ചെയ്തു, അതിങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ നോക്കി. ഇത് ഇനി എങ്ങനെയാണ് നമുക്ക് ഫിസിക്സിന്റെ റിയൽ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ. അത് അടുത്ത ദിവസം നമ്മൾ തുടങ്ങും. ഓക്കെ.